നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാഖിൽ US സൈനികർ തമ്പടിച്ചിരിക്കുന്ന വ്യോമതാവളത്തിന് നേരെ റോക്കറ്റ് ആക്രമണം. ബാഗ്ദാദിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന താജി വ്യോമതാവളത്തിന് നേരെയാണ് ചൊവ്വാഴ്ച റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. എന്നാൽ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇറാഖ് സൈന്യം അറിയിക്കുകയുണ്ടായി. US സൈനികരും ഇറാഖി സൈനികരുമാണ് സംഭവ സമയം താജി വ്യോമതാവളത്തിലുണ്ടായിരുന്നത്. ഒരു റോക്കറ്റ് മാത്രമാണ് വ്യോമതാവളത്തിൽ പതിച്ചതെന്നാണ് വാർത്താ ഏജൻസിയായ AFPയുടെ റിപ്പോർട്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടുമില്ല. ഞായറാഴ്ച ബലാദിലെ വ്യോമതാവളത്തിന് നേരെ റോക്കറ്റ് ആക്രമണം നടന്നിരുന്നു. US സൈനികരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 4 ഇറാഖി സൈനികർക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം ബാഗ്ദാദിന് വടക്ക് US സേനയുടെ ആസ്ഥാനമായുള്ള അൽബലാദ് വ്യോമസേനാ താവളത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി റോക്കറ്റ് ആക്രമണം നടന്നു. പക്ഷേ ആ ആക്രമണത്തിന് 4 ഇറാഖ് വ്യോമസേനാംഗങ്ങൾക്ക് പരിക്കേറ്റിരുന്നു. സംഘർഷ പശ്ചാത്തലത്തിൽ US സൈനികരിൽ ഭൂരിഭാഗം നേരത്തെ തന്നെ ഇവിടം വിട്ടിരുന്നു. ഏകദേശം 15 US സൈനികരും ഒരു വിമാനം മാത്രമേ ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ലഭ്യമാകുന്ന വിവരം. ബാഗ്ദാദിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള വ്യോമസേനാ താവളത്തിൽ 8 റോക്കറ്റുകളാണ് പതിച്ചത്. US-ൽ നിന്ന് വാങ്ങിയ F-16 പോർ വിമാനങ്ങളാണ് പ്രധാനമായും ഇവിടെയുള്ളത്. പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും മൈക്ക് പോംപിയോ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇറാഖിൽ US സൈനിക സാന്നിധ്യത്തെ പിന്തുണയ്ക്കുന്നതായി ഇറാഖ് നേതാക്കൾ സ്വകാര്യമായി തന്നോട് പറഞ്ഞതായാണ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ തിങ്കളാഴ്ച ആരോപിച്ചത്. ബാഗ്ദാദ് വിമാനത്താവളത്തിൽ US നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതിനു ശേഷം വിദേശ സൈനികർക്കുള്ള ക്ഷണം റദ്ദാക്കാൻ ഇറാഖ് പാർലമെന്റ് കഴിഞ്ഞ ആഴ്ച വോട്ട് ചെയ്തിരുന്നു. എന്നാൽ ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് പലപ്പോഴും വാദിക്കുന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ മാസം തുടക്കം മുതൽ 50ഓളം ഇറാഖി നേതാക്കളുമായി പോംപിയോ നടത്തിയ സംഭാഷണങ്ങളിൽ പ്രത്യേക താൽപര്യം പ്രകടമാക്കിയിരുന്നതായി വ്യക്തമായിരുന്നു. അവർ പരസ്യമായി അങ്ങനെ പറയുന്നില്ല. പക്ഷേ അമേരിക്ക ഇപ്പോഴും ഭീകര പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന വസ്തുതയെ സ്വകാര്യമായി എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഒരു ഫോറത്തിലെ ചോദ്യത്തിന് മറുപടിയായി പോംപിയോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി സംഘം വീണ്ടും ഉയർന്നു വരില്ലെന്ന് അമേരിക്കൻ സൈനികർ ഉറപ്പുവരുത്തുകയും ഭൂരിഭാഗം ഇറാഖികളും ആഗ്രഹിക്കുന്ന പരമാധികാരവും സ്വാതന്ത്ര്യവും നേടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു എന്നും പോംപിയോ പറയുകയുണ്ടായി. ഇറാനുമായി ബന്ധം പുലർത്തുന്ന ഷിയ ഭൂരിപക്ഷം ഉൾപ്പെടെ ഇറാഖിലെ എല്ലാ പശ്ചാത്തലങ്ങളിലെയും നേതാക്കളോട് താൻ സംസാരിച്ചുവെന്ന് പോംപിയോ പറഞ്ഞു. എന്തായാലും പുതിയ സംഭവ വികാസങ്ങൾ വീണ്ടും ലോകത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രതികാരത്തിന്റെ കനൽ അത് വീണ്ടും ബാക്കിയാക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.